പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയും നാവിൻ്റെ ദുരുപയോഗവുമാണ് കണ്ടത്. 2-ാം ദിവസം നാവിൻ്റെ ദുരുപയോഗം, ആദ്യ ദിവസം കണ്ണ്. അതിനാസ്പദമായി നമ്മളെടുത്ത വചനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 34-ാം തിരുവചനം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് ആ വചനം. നാവിൻ്റെ നമ്മളെടുത്തത് 2-ാമത്തെ ദിവസം എടുത്തത് യാക്കോസ്യരുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്ത് സൂക്ഷിക്കണം. അത് വചനം ഇതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെ ഉള്ള വചനമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ടിത് പതിയണം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായൊരു സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പം നമ്മുടെ ശരീരത്തെ എത്രമാത്രം വിശുദ്ധിയോടെ കാത്ത് സൂക്ഷിക്കണമെന്നുള്ളത് കർത്താവ് പറയുന്ന കാരണം എന്താണ്? അതിന് ദൈവം വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ശരീരമാണ്. അപ്പോൾ ആ ശരീരത്തെ നമ്മൾ വിശുദ്ധിയോടെ കൂടെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മോശയോട് കർത്താവ് പറയുന്നുണ്ടല്ലോ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ, എന്താ പറയുന്നത്? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്ന ഇടമെല്ലാം പരിശുദ്ധമാണ്. അവിടെ അശുദ്ധമായിട്ടുള്ള ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ദേവാലയമൊക്കെ വലിയ പൂജ്യമായി തന്നെ നമ്മൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മിൽ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ജോഷുവ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ ഒരു ശക്തമായൊരു വിടുതലിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു അത്ഭുതത്തിനൊക്കെ നമ്മൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോൾ വിശുദ്ധിയുടെ കുറവാണ് പലപ്പോഴും ദൈവാനുഭവം നമുക്ക് കിട്ടാത്തത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാത്തത് വിശുദ്ധിയുടെ ഒരു കുറവ്. മറ്റുള്ള എല്ലാ ബലഹീനതകളും കർത്താവ് അത് ക്ഷമിക്കും. പക്ഷേ വിശുദ്ധി, ശരീരത്തെ വിശുദ്ധിയോടെ നമ്മൾ ബോധപൂർവ്വം അശുദ്ധിയിലേക്ക് നമ്മളെ ശരീരത്തെ തള്ളിവിടുമ്പോൾ കർത്താവ് അത് സഹിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് കർത്താവ് പാടുപീടുകളേറ്റത്, ശരീരം മുഴുവൻ തല്ലി തകർക്കപ്പെട്ടത് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ശരീരത്തിലേറ്റ അടിപ്പിണരുകൾ എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെയൊക്കെ വിശുദ്ധിയോടെ കാത്ത് സൂക്ഷിക്കാനായിട്ട് ഒരെളുപ്പമാർഗ്ഗമുള്ളത്, പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധ കുർബാന നാവിൽ അലിയിക്കാതെ ആ പരിശുദ്ധ കുർബാന നാവിൽ വെച്ചുകൊണ്ട് മുട്ടുമേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, തിരുവോസ്തിരൂപനായ ഈശോ, ജീവിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ നാവിൻ തുമ്പിൽ, ആ തമ്പുരാനോട് ഹൃദയം തുറന്ന് ഹൃദയം പൊട്ടി നമ്മൾ കർത്താവേ, ഒരു വിശുദ്ധിയുടെ ജീവിതം എനിക്ക് നൽകണമേ അപ്പാ, വിശുദ്ധിയുടെ ജീവിതം എനിക്ക് നൽകണമേ. അത് നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയും കൃപയുമാണ്. നമ്മൾ ചങ്കുപൊട്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് നമുക്ക് തരും. അത് അനുഭവത്തിലുണ്ട്, അനേകരുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനുള്ള അഭിഷേക കൃപ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, അങ്ങയുടെ അമൂല്യമായ തിരുത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.